നമ്മൾ വട്ടവടയിലോട്ട് പോകുന്ന വഴിക്ക് കണ്ട ഈ ഡാമിൻ്റെ മുകളിൽ 2 ബസ് കൂടെ കയറിയത് ടൈറ്റായി കേട്ടോ. ഭയങ്കര ബ്ലോക്കാണ്. ഏതാണ്ട് 6-7 കിലോമീറ്ററോളം ബ്ലോക്കാണ് വണ്ടി. അപ്പോൾ ഇവിടെയാണ് സംഭവം. എന്താണ്ട് ഈ വണ്ടി രണ്ടുകൂടെ ചേർന്ന് കിടക്കുകയാണ്. ഇവിടെ മൊത്തം ബ്ലോക്കായി കിടക്കുകയാണ്. ഫുള്ള് ബ്ലോക്കാണ്. ഫുള്ള് ടൈറ്റായി കിടക്കുകയാണ് വണ്ടി കേട്ടോ. രണ്ടും കൂടെ ഒരേ രീതിയിൽ കിടക്കുകയാണ്. പെട്ട് ഹലോ സുഹൃത്തുക്കളെ, അങ്ങനെ നമ്മൾ വട്ടവടയിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ നല്ല ബ്ലോക്കായിരുന്നു. ബ്ലോക്കെല്ലാം കഴിഞ്ഞ്, ബ്ലോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 8-9 കിലോമീറ്ററോളം ഭയങ്കര ബ്ലോക്കാണ്. തിരിച്ചെങ്ങനെ പോകുമെന്നൊന്നും അറിയാൻ വയ്യ. നല്ല മഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെന്തായാലും പൊയ്ക്കൊണ്ടിരിക്കുക. എൻ്റെ കൂടെ വന്നവരൊക്കെ മുമ്പം പോയി. നമ്മളെ ഡാമിൻ്റെ റിസർവെയറൊക്കെയാണ് കേട്ടോ ഇപ്പുറത്തെ സൈഡിൽ. നമ്മളെ ഡാമിൻ്റെ റിസർവെയറൊക്കെയാണ്. ഇവിടെ 2 സൈഡിലും നല്ല കച്ചവടമാണ് കേട്ടോ. നല്ല കടകളൊക്കെ, ഒരുപാട് കടകളൊക്കെ ഉണ്ട്. ഫുള്ള് കടയാണ് കേട്ടോ 2 സൈഡിൽ. ഒന്ന് മാറ്റുകാറേ. അടിപൊളി ജീപ്പ് ഉണ്ടോ? അടിപൊളി കേട്ടോ. ഡാമിൻ്റെ റിസർവാണ്. അതുകൊണ്ട് ഇവിടെ മൊത്തം ബ്ലോക്കാണ്. ഇവന്മാരെങ്ങോട്ട് പോയി? എന്നാ വൈബാന്ന് നോക്കേ. നല്ല സ്ഥലമല്ലേ? ഓ, അങ്ങനെ നമുക്ക് നമ്മുടെ കൂട്ടുകാരെ കണ്ടുകിട്ടി. അവന്മാർ ഇവിടെ വന്ന് റെസ്റ്റ് എടുത്തുകൊണ്ടിരുന്നത് എന്നെ കാണാഞ്ഞ്. അങ്ങനെ അവന്മാർ ഇതാ പോകുന്നു. നല്ല തണുപ്പ് കേട്ടോ, അടിപൊളി തണുപ്പ്. വട്ടവടയിലോട്ട് പോകുന്ന വഴിയാണ് നമ്മളിപ്പോൾ. എല്ലാം പെട്ടെന്നുള്ളൊരു യാത്രയാണ് കേട്ടോ.
350 കിലോമീറ്റർ ഇതുവരെ ഓടിയിട്ടുണ്ട്. ഇനി തിരിച്ച് അതേ കണക്ക് പോകണം. പോകുന്ന കാര്യം ആലോചിക്കുമ്പോഴാണ് പെട്ട അവസ്ഥയാണ്. പെട്ട അവസ്ഥയല്ല, ബ്ലോക്കാണ് ഇവിടെ നിന്ന് കേട്ടോ. നമുക്ക് കയറി പോകാനൊക്കത്തില്ല. ഒരു കാര്യമില്ലാതെ കൊണ്ട് കുത്തിക്കയറ്റിയ പാലത്തിനകത്തൊക്കെ. നമുക്ക് ഈ ക്ലച്ചിൻ്റെയും ബ്രേക്കിൻ്റെ പിടി പോലും തൊടാൻ വയ്യ. നല്ല തണുപ്പാട്ടോ, ഐസ് കണക്ക് തണുക്കുന്നു. ദാണ്ട മരങ്ങൾ മുറിച്ച് കയറ്റുന്നുണ്ടോ? എവിടെയാ? എന്താത്തിൻ്റെയാ? അത് തന്നെ, അത് എന്തോ മേലേക്കുന്നാ അല്ലല്ലേ? ടോപ്പ് പോയിന്റ്, ടോപ്പ് പോയിന്റ്, ടോപ്പ് പോയിന്റ്, ടോപ്പ് പോയിന്റ്. ആ അത് ആലോചിക്കട്ടെ. കട്ടപ്പന. തണുപ്പിൽ നിന്നും വീണ്ടും വെയിലിലോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ നല്ല വെയിലും തണുപ്പുമാണ്. താഴെ ഫുള്ള് തേയിലത്തോട്ടവും കൃഷികളാണ്. മൊത്തവും കൃഷിയാണ് കേട്ടോ. തണുത്ത് വിറയ്ക്കുന്നു, നാക്കൊക്കെ കുഴഞ്ഞു വരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്കിൻ്റെ ഇടയ്ക്ക് വണ്ടി ഓടിച്ച് ഇവിടം വരെ വരുന്നത്, ഇത്രയും ബ്ലോക്കിൻ്റെ ഇടയ്ക്ക്. ഞാൻ ഈ ബ്ലോക്കുള്ള അടുത്ത് സാധാരണ പോകാറില്ല. ഇത് ഭയങ്കര ബ്ലോക്കായിപ്പോയി. ഞാൻ ഈ കാരണം വെച്ചാൽ അവധിയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ ഇറങ്ങത്തില്ല. വർക്കിൻ്റെയൊക്കെ നമ്മൾ ഇറങ്ങുന്നത് ഈ അവധിയുള്ള ദിവസം വന്നു കഴിഞ്ഞാൽ നമ്മളെ കാര്യം നടക്കത്തില്ല. കാരണം വെച്ചാൽ ഈ വീഡിയോ എടുപ്പ് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. ഇപ്പം തന്നെ ഞാൻ വീഡിയോ അങ്ങനെ വലുതായിട്ട് എടുത്തേന്നുമില്ല. കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്തത് വീഡിയോ ഒക്കെ. കാരണം വെച്ചാൽ വീഡിയോ എടുപ്പ് നമുക്ക് പെട്ടെന്ന് നടക്കത്തില്ല, അതാണ്. നമ്മൾ ഏറ്റവും ടോപ്പിലായിട്ടുണ്ട്. നമുക്ക് ഇതുവഴി കൊടൈക്കനാൽ പോകാൻ പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പക്ഷേ കൊടൈക്കനാൽ നമുക്ക് പോകാൻ പറ്റത്തില്ല. ബൈക്കൊന്നുമായിട്ട് പോകാൻ പറ്റത്തില്ല. ഇവിടെ ഉള്ളവർക്ക് നടന്നൊക്കെ പോകാമെന്ന് പറയും. നടന്ന് പോകുന്ന വഴികളുണ്ട്. പിന്നെ ഫോറസ്റ്റുകാർ പോണ വഴികളൊക്കെ ഉണ്ട്. നമ്മൾ അല്ലാതെ നമുക്ക് റൂട്ടൊന്നുമില്ല. പിന്നെ നമ്മൾ കറങ്ങി വേണം. അവന്മാർ രണ്ടുപേരുണ്ട്. അവർക്ക് മിണ്ടിയും പറഞ്ഞ് അങ്ങ് പോവാം. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് മിണ്ടിയും പറഞ്ഞ് പോകാനേ പറ്റത്തുള്ളൂ. ഇവിടെ വന്നപ്പോൾ നല്ല തണുപ്പ്. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. തിരിച്ച് പോകുന്ന കാര്യം ആലോചിക്കുകയാണ്. തിരിച്ചെനിക്ക് വന്ന് ഈ ബ്ലോക്കൊക്കെ അല്ലേ 8 മണിക്കൂർ എടുക്കും നമുക്ക്. വണ്ടി പിന്നെ ഇല്ല, ഒരു നൂല് കയറ്റി വരാം. അതേ കണക്ക് എന്തോ അവിടെ നിന്ന് ആൾക്കാരെല്ലാം കൂടെ ഹെൽപ്പ് ചെയ്താണ് വണ്ടി പുറത്ത് വന്നത്.
വട്ടവടയിലോട്ട് പോകുന്ന വഴി ഫുള്ളും ഇതേ കണക്ക് കൊടും വളവുകളാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. പക്ഷെ ഇവിടെ വന്ന് എത്തിപ്പെടാച്ചിരി പാടാണ്, അത്രയ്ക്കും ബ്ലോക്കാണ്. ആണ്ട ഇവിടെയും ബ്ലോക്കാന്ന് തോന്നുന്നു, ഫുള്ളും ബ്ലോക്കാന്ന് തോന്നുന്നു. അടിപൊളി ജീപ്പ് നോക്കളയാ, ജീപ്പ് നോക്കളയാ, അടിപൊളി പൈസ ചിലവാക്കിയതാ. ഫുള്ള് സ്റ്റീൽ വർക്കാ, സ്റ്റീൽ വർക്ക്. ആണാ ഞങ്ങളങ്ങ് പോട്ടെ പോട്ടെ പോട്ടെ. ഈ ബാറ്ററി വണ്ടിയൊക്കെ ഇവിടെ വലിക്കൂടെ ഇതോ? നമ്മളെ ഹെൽമെറ്റിൻ്റെ വൈസർ മഞ്ഞായി തുടങ്ങി കേട്ടോ, കൂളിംഗ് ആയി തുടങ്ങി. ഈ ഫോറസ്റ്റിലോട്ടാണ് ഇപ്പോൾ കയറിയിരിക്കുന്നത് കേട്ടോ. സൈഡ് ഇപ്പുറത്തൊക്കെ ഫോറസ്റ്റാണ്, കുറച്ച് ഭാഗമൊക്കെ തേയിലത്തോട്ടങ്ങളാണ്. അതുകൊണ്ട് മുകളിലോട്ടൊക്കെ തേയിലത്തോട്ടമാണ്. അപകട വളവ്. കൊടുംവളവുകൾ, കൊടുംവളവുകൾ. ഇതെല്ലാം ഈ തോട്ടം മേഖലകളാണ് കേട്ടോ. ഇതൊക്കെ എന്തോ ആന ഇറങ്ങുന്നതാണെന്ന് തോന്നുന്നു, ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ ഇവിടെ നല്ല കോടായി തുടങ്ങി, നല്ല കോട. നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട് കേട്ടോ. എജ്ജാതി തണുപ്പെന്ന് നോക്കെ, ഭയങ്കര തണുപ്പ്, അടിപൊളി തണുപ്പ്. ഓ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ എന്താ അല്ലേ. ഇവിടം കഴിഞ്ഞിട്ട് നമ്മൾ പോകുമ്പം ഈ ഭംഗിയൊന്നും കാണാൻ പറ്റത്തില്ല. ഇത് വല്ലാത്തൊരു ഇത് തന്നെയാണ്. ലോകത്തവിടെ ഇത്രയും ഭംഗിയുള്ള തേയിലത്തോട്ടം ഇല്ലെന്ന് തോന്നുന്നു. നമ്മളെ മൂന്നാർ കണക്ക്. കോട കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ കാണത്തില്ല കേട്ടോ. നമ്മുടെ വീഡിയോയിൽ ഇനി അങ്ങോട്ട് ക്ലിയർ കാണത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട്.
ഇവിടുത്തെ വ്യൂ കണ്ടോ, എന്നാ വ്യൂ ആണെന്ന് നോക്കേ. അടിപൊളിയല്ലേ, അടിപൊളി അടിപൊളി. ഇതൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. ഇറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, സമയമില്ല. കാഴ്ചകൾ നിങ്ങൾ കാണുക, കാഴ്ചകൾ അത്രയ്ക്ക് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. സൂപ്പർ കാഴ്ചയാണ്. ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്, കാരണം വെച്ചാൽ തിരിച്ച് ഇന്ന് തന്നെ പോകണമല്ലോ. അതുകൊണ്ട് ഇറങ്ങി തോനെ നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും നിൽക്കാം, എന്തായാലും നോക്കാം. നമ്മളിപ്പോൾ ഏറ്റവും ടോപ്പിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ പോകും തോറും ഉയരം കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭയങ്കരമായ തണുപ്പ്. അടിപൊളി തണുപ്പ്. അപ്പോഴേ വീഡിയോ കാണുന്നവർ എന്തായാലും ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഒന്നും ചെയ്യണ്ട. അപ്പം അടിപൊളി യാത്രാ വീഡിയോ ആണ്. നമ്മൾ കുറച്ച് ഇറങ്ങി ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഇറങ്ങി ചെയ്യാത്തത്. ഇപ്പോൾ നമ്മൾ വണ്ടിയിലിരുന്നുള്ള ഈ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുന്ന കണക്ക് തോന്നും. നമുക്ക് അത്രയ്ക്കും നമ്മൾ വണ്ടിയിൽ പോകുന്ന ഫുള്ള് വീഡിയോ ആണ് നമ്മളെടുത്തത്. പശു എൻ്റെ വണ്ടിയുടെ ഒരു ഹോൺ അടിച്ചു പോയെന്ന് തോന്നുന്നു കേട്ടോ. ഒരെണ്ണം വർക്ക് ചെയ്യുന്നില്ല, ഇപ്പോൾ സൗണ്ടില്ല. അടിപൊളി തണുപ്പാണ് കേട്ടോ. തണുപ്പിൻ്റെ കാര്യത്തിൽ വേറൊന്നും പറയല്ല. കിട്ടത്തില്ല, തിരിച്ചു പിടിച്ചാലേ കിട്ടൂ. വട്ടവട എത്തിയില്ലേ ഇതുവരെ? എന്തിയാ വട്ടവട? തിരിച്ച് വരുമ്പോഴുള്ള കാര്യം എവിടെ ഒന്നും കാണാൻ പറ്റത്തില്ലെന്നേ, അത്രയ്ക്കും മഞ്ഞായിരിക്കും ഇവിടെ. ഇപ്പം തന്നെ വണ്ടി ഓടിക്കാൻ വയ്യ, ഗ്ലൗസ് ഇല്ല, കൈയൊക്കെ ചുമന്ന് കേട്ടോ. ഇതുണ്ടോ, കൈയൊക്കെ ചുമന്ന്. അവിടെ എല്ലാം കോട ഇറങ്ങി കേട്ടോ. എൻ്റെ പൊന്നെ, ഇവിടെ നിന്നുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. അടിപൊളിയല്ലേ, നോക്ക് എന്നാ രസം. ഇത് എന്തുവാടെ ഇത്, വാക്കുകൊണ്ട് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്കും മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ. കയറി നമ്മൾ ഏറ്റവും ടോപ്പിൽ ചെന്നിട്ടുണ്ട്. ഇനിയും ടോപ്പിലോട്ടാണോ? വാവ്,
ഹെൽമെറ്റ് ഇട്ടിട്ട് പോലും നമ്മുടെ തലയ്ക്കകത്ത് വരെ നല്ല തണുപ്പാണ്. അത്രയ്ക്കും തണുപ്പ്. അങ്ങനെ സാറന്മാരൂടെ ഇറങ്ങി, എന്തോന്ന് അറിയാൻ വയ്യ. ചായ കുടിക്കാനായിരിക്കാം. അപ്പോൾ ചായ കുടിക്കാം എന്തായാലും. അളിയാ പൈസറ് ഓക്കെ. അങ്ങനെ നമ്മളെ രണ്ട് അമ്മാവന്മാർ കുഴഞ്ഞ് കേക്ക് തിന്നുകൊണ്ടിരിക്കുകയാണ്. ഫുള്ള് കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന വഴി ഒരു ചായക്കട ഉണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ചായയും ഒരു കേക്കും കഴിച്ച്. ചോറൊന്നും ഉണ്ടില്ല. ഇന്ന് രാവിലെ ഒരു 3 പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് നിൽക്കുക. ഓടൽ. അവിടിക്കുന്ന കടയുടെ അടുത്തുള്ള വ്യൂ ആണ് കാണുന്നത്. അടിപൊളിയല്ലേ? അപ്പോൾ അവിടെയെല്ലാം കോട കയറി അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് കോടയായിട്ടുണ്ട് അവിടെയൊക്കെ. നമ്മൾ ആശാന്മാർ അവിടെ നിന്ന് ചായ കുടിക്കുകയാണ്. ഏകദേശം ഇതുവരെ വെടിവെക്കാൻ എന്താ എണ്ണൊക്കെ ഇരിപ്പുണ്ട്, തോക്കൊക്കെ ഇരിപ്പുണ്ട് അവിടെ. അവിടെ ബലൂണിനകത്ത് വെച്ച് അടിക്കുക, കല്ല് വെച്ച്.